വീണ്ടും ഒരു കാഴ്ചയിലേക്ക്. അത് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചെക്യാട് തൂണേരി പഞ്ചായത്തിലെ നാട്ടുകാർ. കരാറുകാരൊക്കെ മാറി വന്നു. പക്ഷേ 2014 പ്രവർത്തന അനുമതി ലഭിച്ച ഈ പാലത്തിന്റെ നിർമ്മാണം മാത്രം മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ പാലം നിർമ്മാണത്തിനായി കൂട്ടിയിട്ട കല്ലും മണ്ണും ഒക്കെ പുഴയുടെ ഗതി മാറ്റി ഒഴുക്കി എടുക്കുകയായിരുന്നു. 2014 തൂണേരി ചെക്യാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണത്തിന് പ്രവർത്തനാനുമതി ലഭിക്കുന്നത്. മുടവന്തേരിയെയും ഉമ്മത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞു. 2017 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കരാറിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. കരാറുകാർ മാറി വന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. ഇതിനിടെ ഒരു കരാറുകാരനെ പൊതുമരാമത്ത് വകുപ്പ് ടെർമിനേറ്റ് ചെയ്തു. പാലം നിർമ്മാണം അങ്ങനെ തട്ടിയും തടഞ്ഞും നിന്നു. ഇത് 2014 അനുവദിച്ച് 2017 പരിപാടി തുടങ്ങിയത്. ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ, സ്കൂൾ കുട്ടികളും മറ്റേ നാട്ടുകാരും പോകുന്നതാണ്. ഇപ്പോൾ പാലത്തിൻ്റെ അവസാനം ഇത് കരാറുകാരൻ്റെ അനാസ്ഥയാണ്. ആദ്യം ഒരു കരാറുകാരൻ പണിയെടുത്ത് ഓൻ ഒഴിവാക്കി വേറെ തന്നെ വേഗം പണി തീർക്കും പറഞ്ഞ് കൊടുത്തത്. 1 വർഷം കൊണ്ട് പണി തീർക്കുന്ന ഇതുവരെ 10 വർഷം ഇതുവരെ പണി തീർന്നിട്ടില്ല. എല്ലാവർക്കും ഉപകാരമുള്ള പാലാണ്. ഇതാണല്ലേ നിങ്ങളില്ല ഫുൾ മണ്ണൊലിച്ച് ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളാണ്. സ്കൂൾ കുട്ടികൾ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത്. ഉമ്മത്തൂർ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും നാട്ടുകാരും കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നവരും ഉപയോഗിച്ചു വരുന്ന താൽക്കാലിക തൂക്കുപാലം തകർന്നതോടെയാണ് സ്ഥിരം പാലമെന്ന ആവശ്യമുയർന്നത്. ഓരോ കാലവർഷവും പ്രദേശത്തെ താമസക്കാരുടെ നെഞ്ചിടിപ്പേറ്റുകയാണ്. പാലം നിർമ്മാണത്തിനായി കൂട്ടിയിട്ട കല്ലും മണ്ണും പുഴയുടെ ഗതി മാറ്റിയൊഴുക്കുന്നതിനാൽ സമീപത്തെ കൃഷിഭൂമിയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, കോഴിക്കോട്.